ഞങ്ങളുടെ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന വാത്സല്യമുള്ളവരെ, ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ ദൈവത്തിന്റെ പേരിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളും ദൈവസ്നേഹത്തിന്റെ ഉദ്ദേശവും നാം തിരിച്ചറിയണമെന്നുള്ള കൃത്യവും വ്യക്തവുമായ താല്പര്യത്തോടുകൂടി മാത്രമാണ്. ഞങ്ങൾ കേരളത്തിന്റെ പല സ്ഥലത്ത് നിന്ന് എരുമേലി, മുക്കൂട്ടത്തറ, കോട്ടയം, പാമ്പാടി പല സ്ഥലങ്ങളിൽ നിന്നുള്ള സഹോദരങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ തലമുറയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തത്തിൽ നിന്ന് തലമുറകളെ, യുവാക്കന്മാരെ, യുവതികളെ വിടുവിച്ചെടുക്കുന്ന കേരള സർക്കാരിന്റെ അനുവാദത്തോടുകൂടി ഒരു പ്രസ്ഥാനത്തിന്റെ പരസ്യ പ്രചരണത്തോട് ബന്ധപ്പെട്ടാണ് ഈ സമയത്ത് ഇവിടെ കടന്നു വരുവാനിടയായത്. ഞങ്ങൾ ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുന്ന പൊതുവെയുള്ള ദിവസമായിരിക്കാൻ ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ജനത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയതിനു ശേഷം ഈ പ്രാന്തപ്രദേശത്ത് പല കവലകളിലും വഴിയോരങ്ങളിലും ദൈവത്തെ കുറിച്ചും ദൈവസ്നേഹത്തെ കുറിച്ചും ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളദേശം ഇന്ന് വാസ്തവമായ പ്രാന്താലയത്തിന് തുല്യമെന്ന പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ആയിരിക്കുന്ന അവസ്ഥ ഓർപ്പിച്ചു ഒരു മടങ്ങി വരവിനായി ആഹ്വാനം ചെയ്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മത്സരമുള്ള യുവാക്കന്മാരെ, യുവതികളെ, മാതാപിതാക്കളെ, ദൈവത്തെ ഭയപ്പെട്ട് ഒരു മാനസാന്തര ജീവിതം മദ്യത്തെയും മയക്കുമരുന്നിനെയും എറിഞ്ഞു കളയുന്ന, അതിൽ നിന്ന് വിട്ടോടുന്ന ഒരു ഉപദേശം, ഒരു പ്രസ്ഥാനം നിങ്ങളെ പരിചയപ്പെടുത്തി മുന്നോട്ട് പോകുവാനും ദൈവരാജ്യ സംബന്ധമായി നിങ്ങളോട് ചില ദൈവസ്നേഹത്തെ കുറിച്ച് പറയുവാനുമാണ് ഞങ്ങൾ ഇന്ന് പകൽ സമയം വിനിയോഗിച്ചത്. ദൈവത്തെ അറിയുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഈ ഭാരതത്തിലെ വാത്സല്യ മാതാവ് ഞങ്ങളെ സ്നേഹത്തിൽ ക്ഷണിച്ചത് കൊണ്ട് ഞങ്ങളെ അല്പം സമയം ശേഷിച്ചിരിക്കുന്നത് ദൈവബോധത്തിനായി ഈ ദേശവാസികളായ പ്രിയപ്പെട്ടവരുടെ മുമ്പ് ദൈവസ്നേഹത്തെ കുറിച്ചും ഞങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ചും ചുരുക്കി പറഞ്ഞു പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അല്പസമയം നിങ്ങളുടെ ഹൃദയപൂർവ്വമുള്ള ക്ഷമ, സ്നേഹം, സഹിഷ്ണുത ഈ ശബ്ദത്തിലേക്ക് ഉണ്ടാവണമെന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളോടിപ്പോൾ സംസാരിച്ച വാത്സല്യ സഹോദരൻ പറഞ്ഞതുപോലെ വാസ്തവമായും ദൈവം നമ്മെ തലമുറ അനുഗ്രഹിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട ദേശത്ത് പ്രളയത്തെ ഭയപ്പെടാതെ, ഉരുൾപൊട്ടലിനെ ഭയപ്പെടാതെ ഈ ദേശത്ത് നിങ്ങൾക്ക് പാർക്കുവാൻ ദൈവം അവസരം തന്നപ്പോൾ, ദൈവം നിങ്ങളോട് കൃപ കാണിച്ചപ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വാർത്തകൾ, യുദ്ധങ്ങൾ ഒന്നും നമുക്കിന്ന് അന്ന് ഒരു വിഷയമേ അല്ലായിരുന്നു. പട്ടിണി എന്നൊക്കെ പറഞ്ഞാൽ അത് സോമാലിയ എന്ന് പറയുമായിരുന്നു. യുദ്ധം എന്ന് പറഞ്ഞാൽ അത് ചൈന, റഷ്യയും അമേരിക്കയും എന്ന് പറയുമായിരുന്നു. ഹല്ലേലൂയ! പാലസ്തീൻ, ഇസ്രായേൽ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ അതിന് നമുക്കെന്നാ, അത് അവിടെ യഹൂദന്മാരല്ലേ, മുസ്ലിങ്ങളല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ കാണാത്ത പട്ടി വിടുമായിരുന്നു. പക്ഷേ 1-2 മാസങ്ങൾക്ക് മുമ്പ്, അഥവാ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കുവൈറ്റിൽ ഒരു വലിയ കെട്ടിടത്തിൽ മലയാളികളായ അനേക സഹോദരങ്ങൾ ഒരുമിച്ച് പാർക്കുന്നിടത്ത് ഒരു തീപിടുത്തമുണ്ടായപ്പോൾ കേരളദേശം മുഴുവൻ വിലപിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ സമീപത്തുള്ള പാമ്പാടി, തിരുവല്ല സ്ഥലങ്ങളിൽ ദൈവമക്കളാകുന്ന ചില സഹോദരന്മാർ മരണപ്പെട്ടപ്പോൾ കേരളത്തിലെ ദൈവഭക്തരായ അനവധി ആൾക്കാർ നിലവിളിക്കുകയും കരയുകയും വ്യസനിക്കുകയും സൽസ്വഭാവികളായ സഹോദരന്മാരെ കുറിച്ച് ദുഃഖപൂർവ്വം അവർക്ക് ഉപചാരം കൊടുത്തടക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഒറ്റയാഴ്ചയ്ക്ക് ശേഷം കേരളത്തിൽ അവധിക്ക് കടന്നു വന്ന ഒരു കുടുംബം കുവൈറ്റിൽ ചെന്ന് അവർ വഴിയാത്രയിൽ തന്നെ തീ പിടിച്ച് വാഹനത്തിൽ മരിച്ചപ്പോൾ വീണ്ടും നാം ഒരു നിമിഷത്തേക്കേലും അയ്യോ എന്തു പറ്റി എന്ന് ചിന്തിച്ചു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലോകം മുഴുവൻ കോവിഡ് എന്ന മഹാമാരി, കൊറോണ എന്ന് നമ്മൾ പേര് മാറ്റിയിട്ടാലും ബാധിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, UK-യിലും അയർലൻഡിലും ന്യൂസിലൻഡിലും അമേരിക്കയിലും ജോലി ചെയ്യുന്ന മലയാളികളായ സഹോദരങ്ങൾ വലിയമായി നിലവിളിച്ച് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ, മരുന്നില്ലാത്ത, വിടുതലില്ലാത്ത, പ്രതിക്രിയയില്ലാത്ത ആ അവസ്ഥയെക്കുറിച്ച് ദുഃഖിക്കുകയും ഏറെക്കുറെ ഗവൺമെന്റിന്റെ കണക്ക് പറയുന്നത് 80 ലക്ഷത്തിലുപരി ആൾക്കാർ എല്ലാ രാജ്യങ്ങളിലുമായി മരണപ്പെട്ടു എന്ന് നിങ്ങൾ വാസ്തവമായി ചരിത്രപരമായി രേഖാമൂലം കേട്ടറിയുന്നു.
പക്ഷേ എന്നിട്ടും ഇന്ന് ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് പ്രിയപ്പെട്ടവരെ? നമ്മുടെ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണ്? മാസങ്ങൾ കഴിഞ്ഞില്ല, വീണ്ടും നമ്മൾ ആഘോഷങ്ങളായി, പെരുന്നാളുകളായി, ഉത്സവങ്ങളായി. കോവിഡ് വന്നപ്പോൾ നമുക്ക് സമീപത്തുള്ള മീനടങ്കവലയിലോ മാളികപ്പടിയിലോ പാമ്പാടിയിലോ കറുകച്ചാലിലോ പോലും പോകാനാവാതെ 500 രൂപ പിഴ മേടിച്ച് വായും മൂക്കും നമ്മൾ കുട്ടിക്കെട്ടി ഓരോ മാസ്കിന്റെ പിന്നിൽ ഒളിക്കേണ്ട ഗതികേട് നമുക്കുണ്ടായി. ഇഷ്ടംപോലെ മാന്യതയും സൗന്ദര്യവും ഉണ്ടായിട്ടും തങ്ങളുടെ ശരീരത്തെ നഗ്നത കാണിച്ച് രസിച്ചുകൊണ്ടിരുന്ന സിനിമാ നടന്മാർ, സെലിബ്രിറ്റികൾ, സിനിമാ നടിമാർ ലോക സുന്ദരിപ്പട്ടം കിട്ടിയിട്ട് പോൽ തങ്ങളുടെ നഗ്നതയും കൂടി കാണിച്ച് നമ്മുടെ യുവതലമുറയെ വഴിയെത്തിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയിലെയും വിദേശത്തെയും കേരളത്തിലെയും സുന്ദരി കുട്ടികളെല്ലാം ലിപ്സ്റ്റിക് കാണിക്കാനാവാതെ, മനോഹര വദനങ്ങൾ കാണിക്കാനാവാതെ അവർ മാസ്ക് ഇട്ട് പൊതിഞ്ഞുകൊണ്ട് നടക്കേണ്ടി വന്നു. അതേ പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, ദൈവം ഭൂമിയെ ന്യായം വിധിപ്പാൻ വരുന്നു. ദൈവം ന്യായവിധിക്കായി തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ദൈവം ജാതികളെ ന്യായം വിധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദേശത്ത് ദൈവത്തെ അറിയുന്ന, യേശു ക്രിസ്തുവിനെ അറിയുന്ന വളരെയധികം ജനമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പറയട്ടെ, വിശുദ്ധ ബൈബിളിൽ നമ്മുടെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളിൽ ജനം പാപം ചെയ്ത് വഷളത്വമായി ആ ദേശത്തിന് നിലവിളി ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ ദൈവത്തിന്റെ ഭക്തനായ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, ഞാൻ ആ പട്ടണങ്ങളെ നശിപ്പിക്കാൻ പോവാണ്. നീ എന്റെ സ്നേഹിതനായതുകൊണ്ട് എനിക്ക് കാര്യം മറച്ചു വെക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിന്നോട് കാര്യം പറയുന്നു, ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കുകയാണ്. അബ്രഹാം ദൈവസ്നേഹത്താൽ ഹൃദയം തുടിച്ചു, പിടച്ചു, ഞെരുങ്ങി തന്റെ സഹോദരപുത്രനാൽ ലോത്തും ഭാര്യയും മക്കളും മരുമക്കളും അയ്യോ ആ ദേശത്തുണ്ടല്ലോ എന്നുള്ള മനോവ്യസനത്തിൽ ദൈവത്തിന്റെ കാലുപിടിച്ച് കരഞ്ഞു. പിതാവേ ക്ഷമിക്കണമേ, പിതാവേ കോപിക്കല്ലേ, 50 നീതിമാന്മാർ ആ പട്ടണത്തിൽ ഉണ്ടെങ്കിൽ തമ്പുരാൻ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? ഇല്ല അബ്രഹാമേ, ഞാൻ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അബ്രഹാമിന് ആശ്വാസമായി. പക്ഷെ ഒരു നിമിഷം കൊണ്ട് അബ്രഹാമിന്റെ ഉള്ളത്തിൽ സംശയം കയറി. അയ്യോ അത്രയും പേരില്ലെങ്കിലോ? പിതാവേ തമ്പുരാനെ സർവശക്ത ക്ഷമിക്കണമേ, 40 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ എന്ന് അബ്രഹാം മധ്യസ്ഥത അണച്ചു. അതേ പ്രിയമുള്ളവരെ, അന്ന് ദൈവത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ വിശുദ്ധനായ ഭക്തനായ അബ്രഹാം ഉണ്ടായിരുന്നു. 40 ദൈവം സമ്മതിച്ചു. അബ്രഹാമിന് സംശയം തോന്നി. വീണ്ടും ദൈവത്തിന്റെ കാൽക്കൽ വീണു. തമ്പുരാനെ 30 ഉണ്ടെങ്കിലോ സംഹരിക്കില്ല എന്ന് പറഞ്ഞു. അബ്രഹാം ആശ്വസിച്ചു. ദൈവം പോകാനിറങ്ങിയപ്പോൾ അബ്രഹാമിന് വീണ്ടും സംശയം. കർത്താവേ ക്ഷമിക്കണമേ എന്ന് ദൈവത്തിന്റെ കൈപിടിച്ച് നിർത്തി. 20 ആണെങ്കിലോ? അബ്രഹാമേ നീ പ്രയാസപ്പെടണ്ട, 20 ആണെങ്കിലും ഞാൻ നശിപ്പിക്കില്ല. 20 പേരോടെ ഉണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കില്ലെന്ന് വാക്കു കൊടുത്തു. ദൈവം പടിവിട്ടിറങ്ങുന്നതിനിപ്പുറം അബ്രഹാമിന്റെ ഉള്ളത്തിൽ വീണ്ടും വേദനപ്പെട്ടു. മരണവേദന പോലെ ആശങ്ക കയറി. അബ്രഹാമിന് പേടിയായി. ദൈവത്തിന്റെ കാലെ പിടിച്ച് വീണ്ടും കരഞ്ഞു. കർത്താവേ കോപിക്കല്ലേ, കർത്താവേ ഹല്ലേലൂയ ക്ഷമിക്കണമേ. 10 പേരേലും ഉണ്ടെങ്കിലോ? ഇനി ഞാൻ ദൈവത്തോട് അപേക്ഷിക്കില്ല, ഒരിക്കൽ കൂടി മാത്രം അപേക്ഷിക്കുന്നു. തമ്പുരാനെ ആ പട്ടണങ്ങളിൽ 10 പേരുണ്ടെങ്കിൽ ദൈവം കരുണ കാണിക്കുമോ എന്ന് ചോദിച്ചു. ദൈവം പറഞ്ഞു, അബ്രഹാമേ നീ ഭാരപ്പെടണ്ട, 10 പേരവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞു. മത്സര്യമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം എടുത്ത് വായിക്കണമേ, അതിനകത്ത് ബാക്കി ചരിത്രങ്ങളുണ്ട്. ചുരുക്കി പറയട്ടെ, നിങ്ങൾക്കറിയാം ദൈവം സ്വർഗത്തിലേക്ക് പോയി, ദൈവത്തിന്റെ ദൂതന്മാർ സൊദോമോറിലേക്ക് പോയി. അബ്രഹാമിന്റെ മനസ്സ് തുടിപ്പിച്ച, വ്യസനിപ്പിച്ച ലോകത്തിനെയും ഭാര്യയും വിടുവിപ്പാൻ ദൂതന്മാർ അവിടെ ചെന്നു. ദൂതന്മാർ പഠിച്ച പണി 18 ശ്രമിച്ചിട്ടും ലോകത്തിനെയും ഭാര്യയും വിടുവിച്ചെടുക്കുവാനാവാത്ത ആ ദേശവാസികൾ അവരെ കൂടി നശിപ്പിക്കേണ്ടതിന് സ്വന്തം ഭാര്യമാരുടെ കൂടെ, സ്ത്രീകളോട് കൂടെ സ്വാഭാവികമായി ദൈവം വെച്ച സന്തോഷം, ശരീരം ഒക്കെയും ഹല്ലേലൂയ സന്തോഷത്തോടെ മാനത്തോടെ ദൈവം കൊടുത്ത സന്തോഷം പങ്കിടേണ്ടതിന് പകരം അവർക്ക് അന്നത്തെ കാലത്ത് ആണോടാണ് ചേർന്ന്, സ്ത്രീയോട് ചേർന്ന് അവലക്ഷണമായത് പ്രവർത്തിപ്പാനായിരുന്നു താല്പര്യം. ദൂതന്മാർ കോപിച്ച് അവരെ അന്ധതയിലാക്കി. ലോത്തിനെയും മക്കളെയും ഭാര്യയെയും അവിടുന്ന് വലിച്ചിറക്കി അടുത്ത പട്ടണത്തിൽ കൊണ്ടുപോയി ദൈവം അവരെ രക്ഷിപ്പിച്ചു. പക്ഷേ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു,
പറഞ്ഞതുപോലെ സൊദോം ഗൊമോറ എന്ന പട്ടണത്തെ ആകാശത്ത് തീ ഇറങ്ങി ദൈവം നശിപ്പിച്ചു കളഞ്ഞു. വലിയ വിദ്യാസമ്പന്നരായ മക്കളെ, എന്നെ കേൾക്കുന്ന അധ്യാപകരോ പ്രൊഫസർമാരോ സയന്റിസ്റ്റോ ആയിട്ടുള്ള ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ മാധ്യമങ്ങളിൽ കൂടി യൂട്യൂബിൽ കൂടി ഷോർട്ടായിട്ടോ വലുതായിട്ടോ നാളെ ഇത് കേൾക്കുമ്പോൾ ഓർത്തുകൊള്ളണമേ, പ്രിയപ്പെട്ട ബുദ്ധിജീവി, നിനക്ക് ശാസ്ത്രീയമായിട്ട് അറിയാമല്ലോ, ആ സൊദോം ഗൊമോറ ഇന്ന് റെഡ് സീ, ചെങ്കടൽ എന്ന് പറഞ്ഞ് ഒരു മത്സ്യം പോലും ഇല്ലാതെ, ഒരു ജീവത്തിന്റെ കണയ പോലും ഇല്ലാതെ, ശാസ്ത്രത്തിന് തെളിവായി, ലോകത്തിന് തെളിവായി, ചരിത്രത്തിന് തെളിവായി, മനുഷ്യന് തെളിവായി ഇന്നും കിടപ്പില്ലേ? പിന്നെ എന്തിന് നീ ദൈവമുണ്ടെന്ന് ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുന്നു? പിന്നെ എന്തിന് നീ ദൈവത്തിന്റെ വചനമായ സത്യവേദ പുസ്തകത്തെ സംശയിച്ച് ഒരച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു? ബൈബിളിന് പകരം നീ എന്തിന് വിക്കിപീഡിയ തപ്പിക്കൊണ്ടിരിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ബൈബിൾ സത്യമാണ്. പലവിധ വിഭാഗങ്ങൾ ക്രിസ്തീയ വിഭാഗങ്ങളിൽ ഉണ്ടെങ്കിലും കുർബാന തുടങ്ങുന്നതിന് മുമ്പേ, കുർബാന സമയത്ത് എല്ലാ പള്ളികളിലും അച്ഛന്മാര് കത്തോലിക്കായാൽ, യാക്കോബായാൽ, CSI ആയാൽ, ഓർത്തഡോക്സ് ആയാൽ അച്ഛന്മാർ ഏവങ്കേലിയൻ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണമെന്ന് പറയുന്നില്ലേ? പ്രിയപ്പെട്ട മാതാവേ, പിതാവേ, ഞങ്ങളുടെ തന്നെ പറയുന്നു, ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ നിങ്ങൾ കേൾക്കണം. അതെവിടാണ്? അത് വിശുദ്ധ വേദപുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ വിശുദ്ധ വേദപുസ്തകത്തിലെ വചനമാണ്. നമ്മൾ ഒരിക്കൽ ഞാനും പള്ളിയിൽ നിന്ന് പാടിയതാണ്, ഒരു ശ്രീയ തന്നെ ചൊല്ലട്ടെ ദൈവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴിച്ചിരിവൻ അറിയിച്ചാൽ വാനവനെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയുടെ ശാപം. അതെ പ്രിയമുള്ളവരെ, ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്ന വചനമാണ്. ഞാൻ വളരെ പള്ളിഭക്തനായിരുന്നു, ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർന്നവനായിരുന്നു. ഞാൻ 40 നോമ്പ് കൃത്യമായിട്ട് എടുത്തിരുന്നവനായിരുന്നു. 3 ദിനം നോമ്പെടുത്ത് കുർബാന അനുഭവിച്ചുകൊണ്ടിരുന്നവനായിരുന്നു. ഞാൻ കുരിശുമലയിലും പോകാവുന്ന എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും എന്റെ പിതാവ് ചെറുപ്പത്തിൽ മരിച്ചതുകൊണ്ട്, അമ്മ നല്ല പള്ളിഭക്തനക്കാരി ആയിരുന്നത് കൊണ്ട്, എന്റെ കുടുംബത്തിൽ ഒരു പുരോഹിത ശ്രേഷ്ഠൻ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങേയറ്റം ഭക്തിയോടുകൂടി പള്ളിപ്രമാണം കേട്ട് ഭക്തിയോടുകൂടി കുർബാന അനുഭവിച്ച് എന്റെ അപ്പന്റെ കല്ലറയ്ക്കൽ പോയി ധൂപം അർപ്പിച്ചുകൊണ്ടിരുന്നവനായിരുന്നു. എന്നാൽ വിശുദ്ധ വേദപുസ്തകം വായിക്കുവാൻ ദൈവം പ്രേരണ വന്നപ്പോൾ, അച്ഛന്മാരുടെ പ്രസംഗം കേട്ട്, തിരുവചന ഭാഷ്യമെന്ന പള്ളിയിലെ പഠനം കേട്ട് ബൈബിള് പഠിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം സത്യമാകും, സത്യത്താൽ വിശദീകരിക്കണം, സത്യമറിയുകയും സത്യം സ്വതന്ത്രമാക്കുകയും ചെയ്യും എന്ന വേദപുസ്തകത്തിൽ മാത്രമുള്ള വചനങ്ങൾ വായിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ, എന്റെ പ്രാർത്ഥനയിൽ, എന്റെ ഞായറാഴ്ച പ്രാർത്ഥനാ ക്രമങ്ങളിൽ പാതിരാത്രി 2 മണിക്കുള്ള പ്രാർത്ഥനാ ക്രമം, എന്താ നമസ്കാരം, ശുദ്ധമുള്ള ഭാവ തമ്പുരാനെ എന്ന പ്രാർത്ഥന 2 മണിക്ക് അലാറം വെച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു പള്ളിഭക്തന്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. വേദപുസ്തകം ശരിയായി വായിച്ചപ്പോൾ, അയ്യോ, ഞാൻ അശുദ്ധിയുള്ള ഒരു മനുഷ്യൻ, ജീവനുള്ള ദൈവത്തിന്റെ വചനങ്ങളെ അറിയാതെ, ജീവനില്ലാത്ത രൂപങ്ങളുടെ മുമ്പാകെ, ജീവനില്ലാത്തവരുടെ കല്ലറയ്ക്കൽ പോയി കമഴ്ന്നു കിടക്കുന്ന ബുദ്ധികെട്ട മനുഷ്യൻ, അജ്ഞതയുള്ള മനുഷ്യൻ, അന്ധകാരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന വഴിയറിയാത്തവനെന്ന് ഞാൻ എന്നെ കുറിച്ച് മനസ്സിലാക്കി. ഞാൻ തിരുവെഴുത്ത് വായിച്ചു, ധ്യാനിച്ചു, വേദപുസ്തകമായി ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. യഹോവേ, നീ അരുളി ചെയ്യണമേ, യഹോവേ അരുളി ചെയ്യണമേ, കർത്താവേ അരുളി ചെയ്യണമെന്ന് എന്റെ കുടുംബത്തിലെ അച്ഛൻ പുരോഹിതൻ ത്രോണോസിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ചെന്ന് നേരിട്ട് പപ്പ എന്ന് വിളിക്കുന്ന എന്റെ കുടുംബത്തിലെ പുരോഹിതനോട് സംശയം തീർക്കാൻ ചോദിച്ചു. 10-35 വർഷമായില്ലേ പപ്പ ഈ ശുശ്രൂഷ ചെയ്യുന്നു, ഒരിക്കലെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് ഒരു മറുപടി തന്നോ? മോനെ, അത് നമ്മളിങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നതല്ലേ എന്നല്ലാതെ ഒരു മറുപടി കിട്ടിയില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം വായിച്ചപ്പോൾ മഹാപുരോഹിതനായിരുന്ന സക്കറിയാവ് നറുക്കെടുപ്പ് കിട്ടിയപ്പോൾ കൃപാസനത്തിലേക്ക് ചെന്ന് ധൂപമർപ്പിച്ചപ്പോൾ, സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് സ്വർഗത്തിലെ ദൂതൻ നേരിട്ട് വന്ന് പറഞ്ഞു. മറിയ എന്ന ഭക്തയായ സ്ത്രീ, വിശുദ്ധയായ കന്യക മറിയാമായിരുന്നവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ദൂതൻ
മുറിക്കകത്ത് അടുക്കൽ ചെന്നിട്ട് മറിയേ നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന വചനം ഞാൻ വായിച്ചു. എത്രത്തോളം മാന്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ മറിയോ, വിശുദ്ധ കന്യക മറിയോ എന്നറിയപ്പെടുന്ന ആ മാതാവ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പള്ളി പഠിച്ചതിനേക്കാൾ ഉപരി എനിക്ക് അവരോട് ബഹുമാനം തോന്നി. എന്താണ് കാരണം? അവരെങ്ങനെയാണ് ബഹുമാനിക്കപ്പെട്ടതെന്ന് കർത്താവ് പറയുന്നുണ്ട്, ദൂതന്മാർ പറയുന്നുണ്ട്. എന്താണ് കാരണം? കർത്താവ് കൽപ്പിച്ചത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതെ, അതുകൊണ്ടാണ് മറിയ പുരുഷബന്ധം കൂടാതെ വിവാഹ ജീവിതത്തിലെത്തുന്നതിന് മുമ്പ് ദൂതന്റെ ശബ്ദം കേട്ട് ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശു എന്ന സ്വർഗീയ പുത്രനെ തന്റെ ഗർഭത്തിൽ പ്രാപിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുവിനെ പ്രസവിക്കുന്നതിന് മുമ്പ് ഭക്തയായിരുന്ന എലിസബത്തിന്റെ അടുക്കൽ ചെന്ന് ഇവർ തമ്മിൽ ആത്മീയ കൂട്ടായ്മ അനുഭവിച്ച് രണ്ടുപേർ ആത്മാവിൽ നിറഞ്ഞപ്പോൾ മറിയ ഒരു പാട്ടുപാടി. മറിയ പാട്ടുപാടിയത് നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസ് സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്തെ ഒരു വാക്യം ഈ വീട്ടുമുറ്റത്ത് കയറിയപ്പോൾ തമ്പുരാനെ ഓർപ്പിച്ചത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നു. അപ്പം ദൈവം ശക്തനായവൻ, മറിയ ദാസി. ദൈവം വലിയവ ചെയ്തു. അടുത്തത് എന്താണ്? അവൻ ഹൃദയവിചാരത്തിൽ അഹങ്കരിച്ചവരെ ചിതറിച്ചിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ഇവിടെ മൈക്ക് ഓണായപ്പോൾ പ്രിയപ്പെട്ട സഹോദരൻ ദൈവദാസൻ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടുകയാണ്. വേദപുസ്തകത്തിൽ യേശു ജനിക്കുന്നു എന്ന് എഴുതിയ മത്തായി സുവിശേഷത്തിന് മുമ്പുള്ള പഴയ നിയമത്തിന്റെ അവസാന പുസ്തകമായ മലാഖി പ്രവചനത്തിൽ 4-ാം അധ്യായത്തിൽ ഇപ്പറയുണ്ട്, ചുള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് അഹങ്കാരികളൊക്കെ സകല ദുഷ്പ്രവർത്തിക്കാർ താളടിയാകും. ക്രിസ്തീയ സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ പല കാര്യങ്ങൾ ഇടപെടുമ്പോൾ അവരിൽ ഭൗതിക നന്മ വർദ്ധിച്ചിട്ട്, സ്ഥാനമാനങ്ങൾ വർദ്ധിച്ചിട്ട് അവർ ദൈവവചനം കേൾക്കാതെ അഹങ്കരിച്ച് ജീവിക്കുന്ന കണ്ടപ്പോൾ തമ്പുരാൻ എന്നോട് വ്യക്തിപരമായി പഠിപ്പിക്കാൻ തുടങ്ങി. സകല ദുഷ്പ്രവർത്തിക്കാർ താളടിയാകും എന്നെഴുതി വെച്ചാൽ പോരെ എന്നെന്റെ മനസാക്ഷിയോട് ഒരു ചോദ്യം. അതെ, പക്ഷെ തുടക്കത്തിൽ തമ്പുരാൻ എഴുതിയത് അങ്ങനെയല്ല. അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. ദൈവമക്കൾ നന്മയിൽ, അറിവിൽ, സൗകര്യത്തിൽ, വസ്തുവകയിൽ, ഏലത്തോട്ടവും മറ്റേ തോട്ടവുമായി അഹങ്കരിച്ചു പോയാൽ നിങ്ങളിൽ ദൈവവചനം വ്യാപരിക്കില്ല. നിങ്ങൾ സ്നാനത്തിന്റെ ഉപദേശം പറയുന്നവരെ പരിഹസിക്കും. നിങ്ങൾ സത്യവചനം പറയുന്നവരെ നിങ്ങൾ കളിയാക്കുന്നു. നിങ്ങൾക്ക് ദൈവവചനം വായിക്കണ്ട, അത് നിങ്ങൾക്ക് കേൾക്കണ്ട, അത് ജാതികളോട് പോയി പറയാൻ ഞങ്ങളോട് പല ക്രിസ്തീയ ഭവനങ്ങളിലുള്ളവർ ഞങ്ങളെ പറഞ്ഞ് ഓടിച്ചു വിടാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനമാണ് നാം കേട്ടതെന്ന് പള്ളികളിൽ പറയുന്നത് പോലെ ഇന്ന് വഴിയോരങ്ങളിൽ നിന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃകയുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു ഭൂമിയിൽ യോഹന്നാൻ സ്നാപകന്റെ മാനസാന്തര പ്രസംഗം ഏറ്റെടുത്തിട്ട് റിലേ ഓട്ടമോടുന്നവരെ പോലെ യോഹന്നാൻ തടവിലായപ്പോൾ യേശു പ്രസംഗം ഏറ്റെടുത്തു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി എന്ന് യേശു പ്രസംഗിച്ചു തുടങ്ങി. എന്ത് കാലമാണ് തികഞ്ഞത്? അതേ പ്രിയമുള്ളവരെ, ഞങ്ങളോട് തർക്കിക്കുന്ന ക്രിസ്തീയ നേതാക്കന്മാരും വലിയ വിവരം കൂടിയ അധ്യാപകരും ശ്രേഷ്ഠന്മാരുമുണ്ട്. എടാവുക, ഇതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതേ ഉള്ളൂ, സയൻസ് ആണ് വലുത്, ഇതിലൊന്നും വലിയ അർത്ഥമില്ലെന്ന് തർക്കിക്കുന്ന ക്രിസ്തീയ വിദ്യാസമ്പന്നരായ പ്രമാണിമാരുണ്ട്. അയ്യോ പാവം പിടിച്ച അച്ചായ, പ്രിയപ്പെട്ടവരെ, പിശാച് നിങ്ങളെ വഞ്ചിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഹൃദയം കപടവും വിഷമവുമുള്ളത്. എന്താണ് കാരണം? കലക്കവെള്ളത്തിൽ പോയി മുങ്ങിയാലേ നിനക്ക് തൃപ്തിയാകുള്ളൂ എന്നെ വിദ്യാസമ്പന്നരായ ഉദ്യോഗസ്ഥരായ സർക്കാരിൽ ഗസറ്റഡ് ഓഫീസേഴ്സായ എന്റെ കുടുംബക്കാർ എല്ലാവരും എന്നെ ചോദിച്ച് കളിയാക്കി. ഒരർത്ഥത്തിൽ ഞാൻ വീട് വിട്ട് ഒളിവിടങ്ങളിൽ പാർത്ത് ദൈവത്തെ അന്വേഷിച്ചവനാണ്. അതെ പ്രിയമുള്ളവരെ, ഒരു സർക്കാർ ജോലി എനിക്കുണ്ടായിരുന്നിട്ടും
ഞാൻ വിശ്വസിച്ച് ദൈവത്തിന്റെ സ്നാനമേറ്റെടുത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ ഞാൻ എല്ലാ മാന്യരംഗങ്ങളിൽ നിന്നും സ്വന്തം സഹോദരിയുടെ വിവാഹ സ്റ്റേജിൽ പോലും പ്രവേശിപ്പാനാവാതെ ഞാൻ ഒറ്റപ്പെട്ടു പോയവനാണ്. കാരണം എന്താണ്? ഞാൻ വേദപുസ്തകം പഠിച്ചപ്പോൾ യേശു യോർദാനിലേക്ക് സ്നാനമേൽപ്പാൻ ചെന്നു. യോർദാൻ എങ്ങനെയാണ് ഒഴുകുന്നതെന്ന് വായിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട ഭക്തനായ മനുഷ്യ, പ്രിയപ്പെട്ട പ്രമാണിയെ, ബൈബിൾ എടുത്ത് വായിക്കൂ. യോർദാൻ കരകവിഞ്ഞൊഴുകുന്ന ഒരു നദിയാണ്. കൊയ്ത്തുകാലത്തൊക്കെ കരകവിഞ്ഞൊഴുകുന്ന നദി എങ്ങനെയാ? നല്ല തെളിവെള്ളമാണോ? പ്രായമുള്ള അച്ചായമാരെ, ഇവിടുത്തെ മണിമലയാറ് പോലെ സമീപത്തുള്ള തോട് പോലെ നാം യൂട്യൂബിൽ നമുക്ക് കാണാമല്ലോ. യോർദാൻ നദി വെള്ളപ്പൊക്കം ഉള്ളപ്പോൾ കരകവിഞ്ഞൊഴുകുന്നു, അല്ലാത്തപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു തോട് പോലെ മുഷി അലേറിയ ചെറിയ പരലും വരാലും ഒക്കെ ഉള്ള ഒരു തോട് പോലെ മഞ്ഞ ഒഴുകുന്ന, കലക്കവെള്ളം ഒഴുകുന്ന ഒരു തോട്, ഒരു നദി തന്നെയാണ്. അവിടെയാണ് യേശു സ്നാനപ്പെട്ട സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. യോഹന്നാൻ സ്നാപകൻ അവിടെയാണ് ആൾക്കാരെ സ്നാനപ്പെടുത്തി. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം വളരെ വ്യക്തമായി പറയുന്നു, അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആൾക്കാർ വന്ന് സ്നാനമേറ്റു. കാരണം എന്താണ്? സ്നാനം എന്നത് മരിച്ചവരെ കുഴിച്ചിടുന്നതിന് തുല്യമാണെന്ന് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു. യേശു ക്രിസ്തു മരിക്കുകയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ബാപ്റ്റിസ്മോ എന്ന് ഹീബ്രുവിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് തന്നെ മുങ്ങിക്കുളിയാണെന്ന് അച്ഛന്മാരെഴുതിയ പുസ്തകത്തിൽ തന്നെ ഉള്ളപ്പോൾ, വർഷങ്ങൾക്ക് മുമ്പുള്ള ജ്ഞാനായ പുസ്തകങ്ങളിൽ, നമ്മുടെ ഓർത്തഡോക്സ് പുസ്തകങ്ങളിൽ കെന്താ നമസ്കാരത്തിനകത്ത് തന്നെ, മേൽപ്പട്ടക്കാരുടെ പുസ്തകത്തിനകത്ത് തന്നെ അത് മുങ്ങിക്കുളിയാണെന്നും അവിടെ മുക്കുന്നതിന് മുമ്പ് അവരുടെ അരഞ്ഞാണം പോലും അഴിച്ചു വെച്ചിട്ട് മുക്കാവൂ എന്നും മൽപ്പാനച്ഛനും തുടങ്ങിയ അന്നത്തെ പിതാക്കന്മാർ എഴുതിയ പുസ്തകം പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ പള്ളികളിലും ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ മുൻകാല പിതാക്കന്മാർ ചെയ്തു വന്നിരുന്ന ഒരു നല്ല ഉപദേശത്തെ പിന്നെ കടന്നു വന്ന മതമേലത്തക്ഷന്മാർ അതിനെ മാറ്റിമറിച്ച് അതിനെ ചെറുതാക്കി, കുളിപ്പാക്കി, തളിപ്പാക്കി ദൈവവചനത്തെ കോട്ടിക്കളഞ്ഞു. പത്രോസ് എന്ന 1-ാമത്തെ അപ്പോസ്തലൻ, ക്രിസ്ത്യാനികളുടെ 1-ാമത്തെ പോപ്പ തലവൻ എന്ന് പറയുന്ന പത്രോസ് തന്റെ ലേഖനം എഴുതി തീരുമ്പോൾ ശേഷം മനുഷ്യർ അസ്ഥിരന്മാരുമായവർ, അറിവില്ലാത്തവർ തങ്ങളുടെ നാശത്തിനായി തിരുവെഴുത്തുകളെ കോട്ടിക്കളയുന്നുവെന്ന് വേദപുസ്തകം പറയുന്നു. അതേ പ്രിയമുള്ളവരെ, ആ കലക്കവെള്ളമെന്ന് നിങ്ങൾ കളിയാക്കുന്ന ഇസ്രായേലിലെ തോട് നദിയും എന്ന് ഒരുപോലെ എഴുതിയിരിക്കുന്ന യോർദാനിലേക്ക് യോഹന്നാൻ എന്ന മനുഷ്യന്റെ കീഴിൽ, യോഹന്നാൻ എന്ന ഉപദേശിയുടെ കൈയുടെ കീഴിൽ വെള്ളത്തിലിറങ്ങി മുങ്ങിയ യേശു സ്നാനപ്പെടുന്നതിന് മുമ്പ് യോഹന്നാൻ സ്വർഗീയ വെളിപ്പാട് പ്രാപിച്ചിട്ട് യേശുവിന്റെ കീഴിൽ കാൽക്കൽ വീണു. അയ്യോ, നിന്നാ സ്നാനമേൽപ്പാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എങ്ങനെ എന്റെ അടുക്കൽ വരുന്നു എന്ന് ചോദിച്ചു. യേശു അപ്പോൾ കൊടുത്ത മറുപടി, പ്രിയപ്പെട്ടവരെ, ഹൃദയമാകുന്ന മാംസപ്പലകയിൽ കുറിച്ചു വയ്ക്കണമേ, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടത് നമുക്ക് ആവശ്യം. അതേ പ്രിയപ്പെട്ടവരെ, യേശുവിന് സ്നാനമേൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എബ്രായ ലേഖനം എന്ന പുസ്തകം ബൈബിളിൽ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, എടുത്തു വായിക്കണം. യേശുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടുണ്ടോ? ഇവനെത്ര മഹാൻ എന്ന് നോക്കുവീ, ഇവനെത്ര ശ്രേഷ്ഠൻ എന്ന് നോക്കുവീ, നിർദോഷൻ, നിഷ്കളങ്കൻ, പാപികളോട് വേർവിട്ടവൻ, പവിത്രൻ. അങ്ങനെ ഒരു പുരോഹിതനത്രേ നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഒരു പുരോഹിതനത്രേ നമുക്ക് വേണ്ടത്. പുരോഹിതന്മാരല്ല, ഇങ്ങനെ ഒരു പുരോഹിതൻ. പ്രിയപ്പെട്ടവരെ, 110-ാം സങ്കീർത്തന പ്രകാരം എബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, നീയല്ലോ എന്നേക്കും മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഒരു പുരോഹിതൻ. അതേ പ്രിയമുള്ളവരെ, ഇന്ന് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ ഒരുവൻ മാത്രം. പഴയ നിയമ ഭാഷയിൽ പുതിയ നിയമത്തിലേക്ക് വന്നാൽ യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി മുൻകൂട്ടി പ്രവേശിച്ചിരിക്കുന്നു. എബ്രായ ലേഖനം വീണ്ടും പറയുന്നു, നീ എന്നേക്കും ഒരു പുരോഹിതൻ.
അതേ പ്രിയമുള്ളവര്, മൽക്കീസേദെക്കിന്റെ കാലത്ത് അബ്രഹാമിനെ അനുഗ്രഹിപ്പാൻ ദൈവത്തിന് മനുഷ്യർക്കും ഇടയിൽ ഒരു പുരോഹിതനായി മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ അന്ന് പറയത്തക്കവണ്ണം അദ്ദേഹം കടന്നു വന്ന് ശാലോം രാജാവായ സമാധാനത്തിന്റെ പ്രഭുവായ മൽക്കീസേദെക്ക് കടന്നു വന്ന് അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ ഇന്ന് പുതിയ നിയമത്തിൽ എനിക്കും നിനക്കും വേണ്ടി എന്നേക്കുമുള്ള ഒരു യാഗം നടത്തി സ്വന്തം ശരീരം, സ്വന്തം പ്രാണൻ 3.5 വർഷത്തെ സാക്ഷ്യ ജീവിതം കാണിച്ചു കൊടുത്ത് 33.5 വർഷം മനുഷ്യരോടൊപ്പം താമസിച്ച് കൃപ നിറഞ്ഞവനായി, ഹല്ലേലൂയ, സാക്ഷ്യം തികച്ചവനായി, നന്മ ചെയ്ത് പിശാചി ബാധിച്ചവരെ സൗഖ്യമാക്കി, രോഗികളെ സൗഖ്യമാക്കി, കുരുടർക്ക് കാഴ്ച കൊടുത്ത് മരിച്ചവരെ ഉയർപ്പിച്ച് മുൻകൂട്ടി ഞാൻ മരിച്ചാൽ 3-ാം നാളിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് മർക്കോസ് 8:31, 9:31, 10:34 തുടങ്ങി ഒരു പുസ്തകത്തിൽ തന്നെ 5-6 പ്രാവശ്യം കൂടെ നടക്കുന്നവരോട് പറഞ്ഞ് താൻ മരണക്കാൻ പോകുന്നു, എന്നാൽ എന്നെ തല്ലുകയും കൊല്ലുകയും ചെയ്യുമെങ്കിലും 3-ാം നാളിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വളരെ വ്യക്തമായി പ്രവചിച്ച ഒരു മഹാപുരോഹിതൻ, വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ളവരായ യേശു ഇന്ന് പ്രിയപ്പെട്ടവരെ എനിക്കും നിനക്കും വേണ്ടി ഇതാ സ്നേഹത്തിന്റെ ഭുജം നീട്ടും. ഇതാ നമ്മുടെ അവിശ്വാസിയായ പോയ തോമാസിന്റെ അടുക്കൽ വന്നിട്ട്, തോമസേ നിന്റെ കരം നീട്ടി എന്റെ വിലാപ്പുറം കാണുക, നിന്റെ വിരൽ നീട്ടി എന്റെ ആണിപ്പഴുതിൽ കൈയിടുക എന്ന് പറഞ്ഞ അരുമനാഥ് പ്രിയപ്പെട്ടവരെ ഇതാ തന്റെ മാറിടം തുളച്ച ആ സ്നേഹത്തിന്റെ ജലം, സ്നേഹത്തിന്റെ നിത്യ നിയമത്തിന്റെ രക്തം നിനക്കായി വാദിക്കുന്നു. ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഹ രക്തം നിന്നോട് കരുണയുള്ളത് കൊണ്ട് ഈ രാത്രി സമയത്ത്, ഈ വൈകിയ വേളയിൽ സത്യസുവിശേഷം കേൾക്കുവാൻ നിനക്ക് ഒരിക്കൽ കൂടി അവസരം തന്നു. ഇന്നത്തെ ലേറ്റസ്റ്റ് മരണം എങ്ങനെയാണ്? പ്രിയപ്പെട്ടവരെ, ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന രോഗികളെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ കുഴഞ്ഞു വീണ് മരിക്കുന്നു. പ്ലെയിൻ ഓടിച്ചു കൊണ്ടിരിക്കുന്ന പൈലറ്റ് ഇരിപ്പിടത്തിൽ കുഴഞ്ഞു വീണ് താഴെ പോകുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് മരണമാണ്, കുഴഞ്ഞു വീണ് മരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നാളെ ഞാനാവട്ടെ നിങ്ങളാവട്ടെ ഈ ഭൂമിയിൽ ശ്വാസമെടുത്ത് വലിച്ച് ജീവനോടെ ഇരിക്കുമെന്ന് നമുക്കൊരുറപ്പുമില്ല. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യന് വെറുതെ വിടുവി, അവന് എന്ത് വിലമതിപ്പാനുള്ളൂ എന്ന് സർവശക്തൻ യെശയ്യാ പ്രവാചകത്തിൽ കൂടി ചോദിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേൽ ജനമേ, നിങ്ങൾ മനുഷ്യരുടെ നിന്ന് ഭയപ്പെടരുത് എന്ന് ദൈവം അരുളിച്ചതിരിക്കുന്നു. കർത്താവിൽ മാത്രം നീതിയുണ്ടെന്ന് പ്രസംഗിപ്പാൻ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. യേശു മാത്രം കർത്താവെന്ന് പഠിപ്പിക്കുവാൻ വേദപുസ്തകം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദൈവത്തിന് മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥൻ ഒരുവൻ മാത്രം. അനേകം മധ്യസ്ഥന്മാരില്ലേ? ഇല്ല. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥൻ ഒരുവൻ മാത്രം. അതുതന്നെ പൗലോസ് പാട്ടിനകത്ത് പറഞ്ഞതായി നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിച്ചു. പള്ളികളിൽ തുപതൻ വായിക്കുമ്പോൾ, പ്രിയപ്പെട്ട ശുശ്രൂഷകർ 6, 7, 8 തുപതകൾ വായിക്കുമ്പോൾ, നീയല്ലോ ഏക പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏക റൂഹായുമല്ല പരിശുദ്ധനില്ല എന്ന് വാസ്തവമായി അവർ പറയും. അത് പ്രിയമുള്ളവരെ, അത് സത്യമാണ്. അത് തന്നെയാണ് ഞങ്ങൾ വഴിയോരങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നത്. ഞങ്ങൾ പൈസ പിരിക്കാൻ വന്നവരല്ല, ഞങ്ങൾ ബക്കറ്റ് പിരിവിന് വന്നവരല്ല, ഞങ്ങൾ ഉപജീവനത്തിന് ഹല്ലേലൂയ അർത്ഥഭക്ഷണം മേടിക്കാൻ വന്നവരല്ലേ, അല്ല. ഞങ്ങളുടെ കൂടെ വിദേശത്ത് ജോലിയുള്ളവരും സ്വദേശത്ത് ജോലിയുള്ളവരും 2-3 വാഹനമുള്ളവരും വാഹനമുണ്ടായിട്ട് ദൈവത്തിന് വേണ്ടി വിറ്റ് ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നവരുമുണ്ട്. അധർമ്മത്തിൽപ്പെട്ട് മദ്യപാനത്തിൽപ്പെട്ട് മരിക്കുവാൻ ഒരുങ്ങി, അല്ലെ കൊലപാതകം ചെയ്യുവാൻ ഒരുങ്ങി ദോഷപ്രവൃത്തിയിൽ കുടുങ്ങിയവരുണ്ട്. പക്ഷേ ദൈവ സ്നേഹം മാടി വിളിച്ചപ്പോൾ, ദൈവരാജ്യത്തിന്റെ ഉപദേശം കേട്ടപ്പോൾ അവർക്കും ഞങ്ങൾക്കും എനിക്കും സംബരാൻ മഹാദയ കാണിച്ച്, മനസ്സലിവ് കാണിച്ച് ഞങ്ങൾക്ക് മാനസാന്തരം വരുത്തി ഈ സുവിശേഷം വിശ്വസിപ്പാൻ, അനുസരിപ്പാൻ, നിങ്ങളെ കേൾപ്പിക്കുവാൻ, കടന്നു വരുന്നിടത്തൊക്കെ സംസാരിപ്പാൻ അവസരം തന്നു. ഞങ്ങൾ കുപ്പായം സ്നേഹിച്ചിട്ടല്ല, പദവി ഇഷ്ടപ്പെട്ടിട്ടല്ല, ഞങ്ങൾ കസേരയുടെ പദവി നോക്കി സംസാരിക്കാൻ വന്നവരല്ലേ, അല്ല. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ഇന്ന് രാത്രി നിന്റെ പ്രാണൻ നിന്നോട് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ,
നീ ഒരുക്കി വെച്ച പ്ലാനുകളൊക്കെ എങ്ങനെ പൂർത്തീകരിക്കും? നിന്റെ നിത്യത, നിന്റെ ആത്മാവിന് നീ എവിടെ കൊണ്ട് ഒളിപ്പിക്കും? 137 സങ്കീർത്തനത്തിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ വായിക്കാറുണ്ടല്ലോ, ഞാൻ പാതാളത്തിന്റെ അറ്റത്ത് എന്ന് കിടക്ക വിരിച്ചാൽ അവിടെ നീ ഉണ്ട്, ഭൂമിയുടെ അറ്റത്ത് എന്ന് വാർത്താൽ നിന്റെ കരമെന്നെ പിടിക്കും, ഞാൻ എവിടെ പോയി ഒളിക്കും? നീ അറിയാതെ ഒരു വാക്കും എന്റെ നാവിൻ തുമ്പിലില്ല, ഞാൻ ഇരിക്കുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. അതേ പ്രിയമുള്ളവരെ, ഈ പ്രസംഗം കേട്ട് നിന്റെ ഹൃദയത്തിലെ മനസാക്ഷിയിലെ ചിന്ത നിരൂപണങ്ങൾ, അത് നന്മയായാലും തിന്മയായാലും പരിഹാസമായാലും പുച്ഛമായാലും ദൈവം അറിയുന്നു. പക്ഷെ ഒരു നിമിഷം പത്രോസ് പ്രസംഗിച്ചപ്പോൾ കേൾവിക്കാരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, സഹോദരന്മാരെ രക്ഷപ്രാപിപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതുപോലെ ഒരു തേങ്ങൽ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഒരു അനുതാപം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, നിനക്ക് മാനസാന്തരപ്പെടുവാൻ ഇതാ ദൈവം വലിയൊരു അവസരം ഒരുക്കുന്നു. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നുവെന്ന് യേശു കർത്താവ് പറഞ്ഞു. ഇതെല്ലാം ഉപമിച്ച് പറഞ്ഞെങ്കിൽ അത് യേശു ഒരു ക്രൂശിലാണ് മരിച്ചത്. ഭൂമിയിലുള്ള എല്ലാ ക്രൂശിന്റെ മുമ്പിൽ പോയി നീ മുട്ടുമടക്കാനല്ല. കൈപ്പണിയെ വന്ദിക്കുന്നത് പാപമാണ്, കൈപ്പണിയിൽ വന്ദിക്കുന്ന ഒരുവനും രക്ഷ പ്രാപിക്കില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. മടങ്ങി വരിക ശൂന്യങ്കാരത്തി, മടങ്ങി വരിക, ഈ വക്രതയും കോട്ടയമുള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളി എന്ന് പത്രോസ് പറഞ്ഞ വാക്ക് ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഞങ്ങളുടെ വാക്കുകൾ ചുരുക്കുന്നു. അതേ പ്രിയമുള്ളവരെ, മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചുകൊള്ളി. മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് സ്നാനമേൽപ്പി. വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, ഞാനും പെന്തിക്കോസുകാരെ പരിഹസിച്ചവനാണ്, സ്നാനത്തിനെതിരെ ഒരുപാട് തർക്കിച്ചവനാണ്, കൊച്ചുകുട്ടികൾ പോലും നിലവിളിക്കട്ടെ എന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെന്നും, യേശു ശിശുക്കളെ കയ്യിലെടുത്ത് തലയെ കൈവച്ച് അനുഗ്രഹിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ഒരുപാട് തർക്കിച്ചിട്ടുള്ളവരാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം റോമാലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, എന്താണെന്നറിയാമോ? വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാകുന്നു. അപ്പോൾ വിശ്വാസം വന്ന ശേഷമോ നാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. അപ്പം വിശ്വാസം കൂടാതെ എന്റെ അമ്മാച്ചൻ എന്നെ മാമോദീസ മുക്കിയിട്ട് പിശാചിനെ ഒഴിവാക്കിയാൽ, അയ്യോ അമ്മാച്ചൻ മാറിയപ്പോൾ പിശാച് വീണ്ടും എന്റെ പോക്കറ്റിലും എന്റെ ചങ്കിനകത്തും കയറും. അമ്മാച്ചന്റെ നാവിലല്ല പിശാചിരിക്കുന്നേ. അതുകൊണ്ട് വഞ്ചിക്കപ്പെടരുത് പ്രിയമുള്ളവരെ. വിശുദ്ധ ലേഖനം പ്രകാരം പറയുന്നു, ഏതു വിധേയം നിങ്ങളെ ചതിക്കരുത്. വിശുദ്ധ ലേഖനം വേദപുസ്തക പ്രകാരം പറയുന്നു, വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. വിശുദ്ധ വേദപുസ്തക പ്രകാരം പറയുന്നു, വശീകരണ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. പ്രിയപ്പെട്ടവരെ, നീ ക്രിസ്തുയേശു ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയാണെന്ന് കരുതുന്നുവോ? എന്നാൽ തിമോഥെയോസിന്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, ക്രിസ്തുയേശു ഭക്തിയോടെ ജീവിപ്പാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ഉപദ്രവമുണ്ടാവും. പ്രിയമുള്ളവരെ, അവർക്ക് ഇഷ്ടംപോലെ വീട് കിട്ടും, വീട് പല നിലകൾ പണിയാം, ഇഷ്ടംപോലെ സമ്പത്ത് ഉണ്ടാക്കാം, നല്ല ജോലി കിട്ടും എന്നല്ല ബൈബിൾ പറയുന്നത്. അതൊക്കെ ദൈവം തരും. പക്ഷേ നീ ഭക്തിയോടെ ജീവിപ്പാൻ ശ്രമിച്ചാൽ ഉപദ്രവങ്ങളോട് കൂടെ എന്ന് വ്യക്തമായി യേശു പറഞ്ഞു. പൗലോസ് ലേഖനം എഴുതിയപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഭക്തിയോടെ ജീവിപ്പാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ഉപദ്രവമുണ്ടാകും. ദുഷ്ടമനുഷ്യർ നിങ്ങളെ വഞ്ചിക്കും, മായാവികൾ അശുദ്ധാത്മാക്കൾ നിങ്ങളെ ചതിക്കും, വഞ്ചിക്കപ്പെട്ടും കൊണ്ട് നിൽക്കുമ്പോൾ ദോഷത്തിൽ മുതിർന്നു വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സുവിശേഷം കേൾക്കുമ്പോൾ ചെവി പൊത്തി കളയരുത്, ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറയരുത്. ദൈവത്തിന്റെ ജീവൻ വചനങ്ങളുടെ അറിയിപ്പിനെയാണ് ഞങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചത്. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചുകൊള്ളേ. എന്റെ അപ്പന് വേണ്ടി ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പ് വരെ, 10-20 വർഷം മുമ്പ് വരെ, എനിക്ക് 20-22 വയസ്സാകുന്നത് വരെ ഞാൻ പോയി വലിയ പാരമ്പര്യം പറയുന്ന ഹല്ലേലൂയ പള്ളിയുടെ കല്ലറയിൽ പോയി ധൂപർപ്പിച്ചവനാണ്. എന്നാൽ യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിച്ചപ്പോൾ യേശുവിന്റെ കല്ലറ തപ്പിച്ചെന്ന വിശുദ്ധ മറിയോട്, മഗ്ദലക്കാരെ മറിയോട്, പത്രോസിനോടൊക്കെ ദൂതനൊരു ചോദ്യം ചോദിച്ചു, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അതേ പ്രിയമുള്ളവര്, മരിച്ചുപോയവർ പിന്നെ അവിടെ കിടക്കുകയല്ല എന്ന് വേദപുസ്തകം പറയുന്നു. പഴത്തൊലി വീണു പോയതുപോലെ അവരുടെ ഈ ഭൗമ ശരീരം കല്ലറയിലുണ്ടെങ്കിലും ദൈവം സൃഷ്ടിച്ച ആത്മാവ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുന്നെന്ന് ബൈബിൾ പറയുന്നു. അതേ പ്രിയമുള്ളവരെ, അവർ 3 ദിവസമോ 40 ദിവസമോ ഈ ഭൂമിയിൽ കറങ്ങി നടക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവ് രക്ഷ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ യേശുവിൽ
വിശ്വസിക്കുക. യേശു മരിച്ചിട്ട് മണ്ണിടിഞ്ഞു പോയവനല്ല, യേശു മടങ്ങി വന്നു. നിങ്ങൾക്കറിയാം, മോശ പണ്ട് യഹോവയുടെ മുമ്പാകെ വചനപ്രകാരം മരിച്ചതാണ്. പക്ഷേ യേശു ക്രിസ്തു ഭൂമിയിൽ പ്രസംഗിക്കുമ്പോൾ മറുരൂപമലയിൽ യേശു സ്വർഗീയ പിതാവിന്റെ തേജസ്സിൽ നിൽക്കുമ്പോൾ പണ്ട് മരണപ്പെട്ടു പോയ മോശ യേശുവിന്റെ മുമ്പാകെ പുരുഷ രൂപത്തിൽ തേജസ്സിന്റെ നടുവിൽ നിന്നത് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അടക്കിയ കുന്നമ്പുറത്തല്ല മോശ കിടന്നത്, നിന്നത്. മൗനമായി കിടക്കുകയല്ല. പഴയ നിയമത്തിൽ വാക്കുണ്ട്, മരിച്ചവരും മൗനത്തിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ലെന്ന്. ശരിയാണ്, അത് പാപത്തിൽ മരിച്ചവരാ. കേട്ടോ, ഭക്തിയിൽ ജീവിച്ചാൽ നിനക്കൊരു നിത്യജീവനുണ്ട്. യേശുവിനോടുകൂടി മരിച്ചാൽ, യേശുവിന്റെ കൽപ്പനയേറ്റ് യേശുവിന്റെ മരണത്തിന് തുല്യമായി നീ അവന്റെ മരണത്തോട് അനുരൂപപ്പെടുന്ന സ്നാനമെന്ന വീണ്ടും ജനനത്തിന്റെ ഉപദേശം ഏറ്റെടുത്താൽ, വെള്ളത്താൽ ആത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിപ്പാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, യേശു മരിച്ചവരിൽ ഉയർത്തതുപോലെ നിനക്കും ഒരു ഉയർപ്പ് ദൈവം വെച്ചിട്ടുണ്ട്. യേശുവിനോടുകൂടെ നീ സഹിച്ചാൽ നീ യേശുവിനോടുകൂടെ വാഴും. യേശുവിനോടുകൂടെ മരിച്ചാൽ നീ യേശുവിനോടുകൂടെ ഉയർക്കും. അതിന് കർത്താവായ യേശു നിന്നെ സഹായിക്കട്ടെ. വ്യർത്ഥവാക്കുകളിൽ ആരും നിങ്ങളെ ചതിക്കരുത്. മാനസാന്തരപ്പെടുവീൻ, മടങ്ങി വരുവീൻ. കർത്താവായ യേശു നിങ്ങളെ മാറി വിളിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പുണ്യരക്തം നിങ്ങളെ ജീവനിലേക്ക് ക്ഷണിക്കുന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും, ഒരു ദൂതന്റെ നാമവും, ഒരു വിശുദ്ധന്മാരുടെ നാമവും ദൈവം രക്ഷയ്ക്കായി നിയമിച്ചിട്ടില്ല, രോഗശാന്തിക്കായി നിയമിച്ചിട്ടില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തു തന്നെ. യേശു ക്രിസ്തു ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യനായി ഉയർത്തെഴുന്നേറ്റ ഏക മഹാപുരോഹിതൻ. യേശു മാത്രം കർത്താവ്. ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വാക്കുകൾ നിർത്തുന്നു. ഞങ്ങൾ എളുപ്പമുള്ള ദൈവത്തിന്റെ ദാസൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആരെങ്കിലും മനസ്സിൽ മാനസാന്തരപ്പെട്ട് ഒരു നിത്യജീവനായി ആഗ്രഹിക്കുന്നവർ, വാഞ്ചിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ ഏതാനും നിമിഷം ഇവിടെ ഉണ്ടാവും. ഞങ്ങളുടെ അടുക്കൽ കടന്നു വന്നാൽ ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏറ്റെടുത്ത് കഴിയുന്നത്ര നിങ്ങളെ ദൈവസ്നേഹത്തിന്റെ വഴികളിൽ നടത്തുവാൻ ആവശ്യമായ ദിവ്യോപദേശങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഞങ്ങളുടെ മുമ്പിൽ പിരിവില്ല, പ്രവേശന ഫീസില്ല, ഞങ്ങൾ പൈസയ്ക്ക് വന്നതല്ലേ അല്ല എന്നൊരിക്കൽ കൂടി പറഞ്ഞ് സൗജന്യമായി സ്വർഗരാജ്യത്തിന്റെ ഉപദേശം, സുവിശേഷം നിങ്ങളോട് അറിയിച്ച് ഞങ്ങൾ മടങ്ങുന്നു. ഈ വൈകിയവേളയിൽ ഞങ്ങളെ ക്ഷമയോടെ കേട്ട എല്ലാ മാതാപിതാക്കൾക്കും, എല്ലാ ദേശവാസികളും ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സന്ധ്യയുടെ യാമത്തിൽ ഈ മരണപ്രദേശത്തിൻ്റെ കുഞ്ഞമ്മയുടെ ഭവനത്തിൽ കടന്നു വന്ന് നിർമ്മല സുവിശേഷം അതിൻ്റെ അർത്ഥത്തിലും ആഴത്തിലും പ്രസംഗിക്കുവാൻ കർത്താവിൻ്റെ ദാസൻ തമ്പി ഉപയോഗിച്ച വലിയ കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ ദൂരത്തു നിന്നും ചാരത്തു നിന്നും വിവിധ ഭവനങ്ങളും ശ്രദ്ധിച്ച ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകാൽ വിവിധ സ്ഥലങ്ങളിൽ കടന്നുപോയി തെരുവിലും ഭവനങ്ങളിലും അത് 10 ആൾക്കാർ കൂടുന്ന 4 കവലകളിലും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവനം പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അസനി പാസ്റ്റർ, പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് സ്തോത്രം. അവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയും അത് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ത്യൻ ദൈവസഭയുടെ ഒരു ആലയം നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുകളിൽ ഞായറാഴ്ച 10 മണി മുതൽ ആരാധനയും വെള്ളിയാഴ്ച 10 മണി മുതൽ ഉപവാസ പ്രാർത്ഥനകൾ നടക്കുന്നു. വരാൻ താല്പര്യമുള്ളത് വരികയും നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമാണ്. നമ്മളെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗപിതാവേ, ഈ സന്ധ്യയുടെ യാമത്തിൽ ഇപ്രകാരം ഈ ഭവനാങ്കണത്തിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നിർമ്മല സുവിശേഷം പ്രഘോഷിപ്പാൻ തക്കവണ്ണം ദാസനെ കരങ്ങളെടുത്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
ഹല്ലേലൂയ. ഈ ദൈവവചനം മുഴങ്ങിച്ചെന്ന ഭവനങ്ങളിൽ കേട്ട വ്യക്തികളിൽ ഒക്കെ രൂപാന്തരം വരുത്തുവാൻ തക്കവണ്ണം കർത്താവെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന സത്യമായ വചനത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തോട് ദൈവത്തിന്റെ സ്നേഹമുള്ളതിനാൽ, ദൈവത്തിന്റെ കരുണയുള്ളതിനാൽ രാത്രിയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്തതും സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതുമായ ഉൾക്കാമ്പുള്ള വചനത്തെ പ്രസ്താവിപ്പാൻ ഞങ്ങൾക്ക് അവിടുന്ന് ശക്തി തന്നതിനായി, കൃപ തന്നതിനായി, പരിശുദ്ധാത്മാവിന് നിയോഗം തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ അത് വചനം പ്രസ്താവിച്ച പ്രിയപ്പെട്ടവരെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ മക്കൾ തങ്ങൾക്ക് കിട്ടുന്ന ആ സാമ്പത്തിക കൂട്ടായ്മയിൽ നിന്ന് സ്വയമായി ചെയ്യുന്ന മഹത്തരമായ പേരിൽ ദൈവത്തിന്റെ കൃപ ഇതുവരെ ഉണ്ടായിരുന്നു. പിന്നെയും അവരെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിന്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.